ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗൈസ് ഇന്ന് പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് ആയിട്ടൊന്നുമില്ല. ഇന്ന് ഞാൻ വെറുതെ ഇരിക്കാൻ എനിക്ക് കുറച്ച് പണിയുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അമലേട്ടനോട് ഫോൺ വെച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ഒന്ന് എടുക്കാന്ന് വിചാരിച്ചു. കണ്ടന്റ് അങ്ങനെ പ്രത്യേകിച്ചില്ല. ഞാൻ എന്റെ കബോർഡൊക്കെ അലങ്കോലമായി കിടക്കുകയാണ് ഗൈസ്. അപ്പൊ ഞാൻ അതൊന്ന് വൃത്തിയാക്കാൻ വേണ്ടി പോവാണ്. എനിക്ക് അങ്ങനെ കണ്ടിട്ട് എനിക്ക് പറ്റുന്നേ ഇല്ല. അപ്പൊ ഗൈസ് അപ്പൊ നമുക്ക് വൃത്തിയാക്കാം. അപ്പൊ എന്തായാലും എന്നോട് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുക. അപ്പൊ നിങ്ങൾ എന്നോട് മിണ്ടി പറഞ്ഞ കഴിക്കാൻ ആളായല്ലോ. അപ്പൊ ഗൈസ് നമുക്ക് വൃത്തിയാക്കാൻ പോലെ ഇപ്പൊ എന്റെ കബോർഡിന്റെ അവസ്ഥ ഞാൻ കാണിച്ചു കേട്ടോ. അലങ്കോലമാണ് ഗൈസ്, അലങ്കോലം. ഭയങ്കര അലങ്കോലമായിട്ട് കിടക്കാണ്. അപ്പൊ നമുക്കതൊന്ന് വൃത്തിയാക്കാം ഗൈസ്. കണ്ടോ, കബോർഡ് മടക്കി വെച്ചിട്ട് പിന്നെ അമലേട്ടനും കൂടി യൂസ് ചെയ്യുന്നതുകൊണ്ടേ പെട്ടെന്ന് അത് കേടുവരും. പക്ഷെ എനിക്കത് കണ്ടിരിക്കാനും പറ്റില്ല. ഞാൻ കുറെ ദിവസമായിട്ട് പ്ലാൻ ചെയ്യാണ് ഇങ്ങനെ മടക്കി വെക്കണം. നമുക്ക് ഇന്ന് എന്തായാലും ഒരുമിച്ച് ചെയ്യാം ഗൈസ്. ഇതൊക്കെ ഇരുന്ന് മടക്കി അങ്ങ് വെക്കണം. ഹായ് ഗൈസ്, അപ്പോൾ നിറയെ തുണി മടക്കി വെക്കാനുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പലമാരുടെ തോളം കണ്ടല്ലോ ഗൈസ്. അപ്പം നമ്മളിത് അടിമുറച്ച് വെച്ച് ഓരോന്നും വൃത്തിയാക്കാൻ നല്ല പാടുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ഇപ്പം എന്തിനാണ് ഞങ്ങളെ കാണിക്കുന്നതെന്ന്. ഗൈസ് എന്തായാലും വെറുതെ ഇരിക്കുകയാണ്, ഫോണുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കബോർഡ് ഒരുക്കി വയ്ക്കുന്ന ഒരു വീഡിയോ ആയിട്ട് എടുക്കാം, ഒരു കണ്ടന്റും കൂടെ ആയല്ലോ ഏത്. അപ്പം അങ്ങനെ മടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മടക്കി വയ്ക്കാനുണ്ട്. ഞാനാണെങ്കിൽ സകല തുണിയും വലിച്ച് വാരിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ മടക്കി വയ്ക്കാന്നുള്ള പ്ലാനിങ്ങിലാണ്. സ്ഥിരം ഇതാണ്, എപ്പോഴും ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കും. റൂം പ്രത്യേകിച്ച്. ഇതൊരു പുതിയ ജീൻസ് ഗൈസ്. മൈക്കില്ലാത്തൊരു പ്രശ്നമാണ് ഗൈസ്. മൈക്കില്ലാത്തൊരു പ്രശ്നമാണ്. ഞാനിപ്പോൾ നെയ്റ്റി ഒക്കെ ഇട്ട് ഗൈസ്. ഞാൻ മറ്റേ ഒരു ഞാൻ ഇട്ട ഡ്രസ്സ് ഞാൻ മാറ്റി ഞാൻ നെയ്റ്റി ഇട്ടു. കംഫർട്ടബിൾ നെയ്റ്റിയാണ്. അപ്പോൾ ഇതൊക്കെ ചൂടല്ലേ, നെയ്റ്റി ആണ് ഗൈസ്. ഇനി നമുക്ക് ജീൻസ് പാൻറ്റ് ഗൈസ്. ഇതിൻ്റെ പുതിയ പാൻറ്റ് ഇട്ട് ഞാൻ എൻ്റെ അനിയൻ മേടിച്ചിരുന്ന പാൻറ്റ്. പക്ഷെ ഇത് കളറ് പോയി ഗൈസ്. കേട്ടോ, ഒറ്റ പ്രാവശ്യമുള്ള 2000 രൂപ ഓഫറിൽ 1050 എന്തോ അങ്ങനെ കിട്ടിയ പാൻറ്. ഒരു പ്രാവശ്യം ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് കളർ പക്ഷെ നല്ല കിടില പാൻ്റ് ആയിരുന്നു. കുഴപ്പമില്ല, നമുക്ക് ഒരു ബ്ലാക്ക് കളറിന് മുക്കാം. അല്ല ഗൈസ്, കളറില്ലേ നമ്മളൊക്കെ എത്ര ഓക്കെ. എനിക്കിപ്പോൾ ഈ ടൈറ്റ് പാൻറ്റിനോട് അത്ര ഒരു ഇഷ്ടം തോന്നുന്നില്ല ഗൈസ്. എനിക്കിപ്പോൾ ഒരു ലൂസ് ആയിട്ടുള്ള പാൻറ്റിനോടാണ് ഇഷ്ടം. ഇതിൻ്റെ സ്റ്റോറേജ് എപ്പോൾ ഫുള്ളാവും ഗൈസ് അറിയില്ല. ഞാൻ പറഞ്ഞത് പക്ഷേ ഒരു സ്റ്റോറേജിന് എപ്പോൾ വേണമെങ്കിലും ഫുള്ളാവാം. അതുവരെ നമ്മൾ എടുക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അതാണ് പക്ഷേ നമുക്ക് സ്പീഡ് മടക്കാം ഗൈസ്. ഇതിനകത്ത് സംസാരമൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് മടക്കാം. ഇതൊക്കെ എന്തിനാ അപ്പം നിങ്ങളെ കാണിക്കുന്നത് എന്ന് വിചാരിക്കണ്ട. ചുമ്മാ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു മടക്കി വെക്കുന്നതിന് അല്ലെങ്കിൽ കബോർഡ് വൃത്തിയാക്കുക, റൂം വൃത്തിയാക്കുന്നതിന് ഒരു ദിവസം ഫുള്ളും വേണം ഗൈസ്. അപ്പം ഞാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഫുൾ അങ്ങ് റൂം മൊത്തം അടിപൊളിയാക്കിയിട്ട് ഞാൻ ഇരിക്കുള്ളൂ. അതാണ് എൻ്റെ പ്രശ്നം. ഭയങ്കര ചൂട് തുടങ്ങിയില്ലേ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നില്ല. പക്ഷെ എന്താ പ്രശ്നം, അമലേട്ടൻ എല്ലാ കാര്യത്തിലും എന്നെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ അമലേട്ടൻ ഈ തുണി മടക്കി വയ്ക്കാൻ ഭയങ്കര മടിയാണ്. അപ്പം ഇന്ന് ആളില്ലാത്തത് കൊണ്ടും ഞാൻ പിന്നെ ഒറ്റയ്ക്ക് തന്നെ എല്ലാം ഇരുന്ന് മടക്കി നീറ്റാക്കി വെച്ച് പൊടി തട്ടി എല്ലാ സമയം കഴിയുമ്പോഴത്തേക്കും 4:30 തുടങ്ങിയാൽ ഞാൻ 7 മണി 7:30 വരെ ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുമായിരുന്നു. ഇതിപ്പോൾ ഇടയ്ക്ക് വൃത്തിയാക്കിയതുള്ളൂ. അപ്പം ഞാൻ വീട്ടിൽ പോണ സമയത്തൊക്കെ ഉണ്ടല്ലോ ഈ ഡ്രസ്സൊക്കെ എടുത്ത് വാരി വിരിച്ചിടും. അതാണ് വിഷയം. പൊതുവേ ഞാൻ പാട്ടൊക്കെ വെച്ച് ഒരു കൂളായിട്ടാണ് തുണിയൊക്കെ മടക്കുക. പക്ഷെ ഇന്ന് വീഡിയോ എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പാൻറ് ഒരു വിധം നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട്. ഇത് അമലേട്ട് വാങ്ങിച്ചൊരു പാൻറ് ബ്ലാക്ക്. ഇത് അമലേട്ടൻ ഫുള്ളില്ല, പിന്നെ ഞാനങ്ങ് എടുത്തു. ഇതൊന്നും ഇട്ടിട്ടില്ല ഗൈസ്, ഇടണം. പിന്നെ ഞാൻ തുണി മടക്കി ക്ഷീണിച്ച് അതിൽ തന്നെ കുറച്ചു നേരം കിടന്നു. അപ്പോൾ അമലേട്ടൻ വന്നു, ജോലി കഴിഞ്ഞ് വന്നിട്ട് ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്യണമെന്നൊന്നുമില്ല ഗൈസ്. അമലേട്ടൻ വന്ന് ഇങ്ങനെ അടുത്തൊന്ന് ഇരുന്നാൽ മതി, ഹെൽപ്പ് ചെയ്യണമെന്നൊന്നുമില്ല. പിന്നെ തേയിലിട്ട് തന്നു കേട്ടോ. നിങ്ങളെങ്ങനെ ഗൈസ് കബോർഡൊക്കെ മടക്കി നീറ്റാക്കി വെക്കുന്ന കൂട്ടത്തിലാണോ അതോ വലിച്ചു വാരി വെക്കുന്ന കൂട്ടത്തിലാണോ, എങ്ങനെയാണ്? എനിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നീറ്റായിട്ട് എല്ലാവരും കാണണം. പക്ഷെ നമ്മൾ ഒരാൾ മാത്രം വ്യത്യാസം നടക്കില്ലല്ലോ, നമ്മൾ ഭർത്താവ് വിചാരിക്കേണ്ടി. ഇതെന്താ തീരുന്നില്ല ഗൈസ്, കുറെ മടക്കുന്നുണ്ടല്ലോ ഞാൻ, ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കിത് എവിടെ വെക്കണം, ഫസ്റ്റ് മടക്കി അപ്പം നമുക്ക് കബോർഡ് ഇങ്ങനെ ആക്കി വെച്ചാൽ നമുക്ക് ആ പണി അങ്ങനെ അവസാനം എല്ലാം മടക്കി നീറ്റാക്കി വെച്ചു. ഇതിപ്പോൾ രാത്രി കിടക്കാൻ നേരത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത്.
പിന്നെ സ്റ്റോറേജ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റോറേജ് ഒക്കെ ഫുള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് ബാക്കി വീഡിയോ എടുക്കാൻ പറ്റില്ല. നന്നായി, അല്ലെങ്കിൽ കുറച്ച് വലുപ്പം കൂടുമായിരുന്നു വീഡിയോയ്ക്ക്. ഇതിപ്പോൾ കുറച്ച് 5 മിനിറ്റ് അല്ലേ ഉള്ളൂ. ഇപ്പോൾ ഒരു സമാധാനം, എല്ലാം മടക്കി നീറ്റാക്കി കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം ഗൈസ്. അപ്പം ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് തുറന്നു നോക്കും, ഓരോ ഡോറും ഇങ്ങനെ തുറന്ന് ഇങ്ങനെ ആസ്വദിക്കും ഗൈസ്. അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും? ചെറിയൊരു OCD പ്രോബ്ലം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം നമ്മൾ കുറച്ച് ഒരുക്കങ്ങളൊക്കെ ആക്കി വെച്ചിരിക്കുകയായിരുന്നു. ഫുൾ അടുക്കി പറക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫുള്ളായി കാണിക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് സ്റ്റോറേജ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. അത് ഫുള്ളായി കാണിക്കാൻ പറ്റിയില്ല ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. പിന്നെ രാത്രി കിടക്കാൻ നേരത്താണ് ഞാനിപ്പോൾ വൈറ്റ് അപ്പ് എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാവെന്ന് പറയുന്നില്ല, കാരണം ജമ്മ ഒന്ന് എടുത്തു, അത്രേ ഉള്ളൂ ഗൈസ്. എല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ബെൽ ബട്ടണും കൂടെ അമർത്തുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എൻ്റെ വീഡിയോസ് വരും. ഓക്കെ ഗൈസ്, ബൈ.